ഹലോ എല്ലാവർക്കും ജെ ഫോർ ട്രാവൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രെയിലർ ഉണ്ട് മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട്, അതായത് ഭരതനാട്യം പാർട്ട് 2 മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ട്. ഈ ഭരതനാട്യം പാർട്ട് 1 ഞാൻ തിയേറ്ററിൽ പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പടമാണ്. കാര്യം നമ്മൾ തിയേറ്ററിൽ ഇത് കാണാൻ വേണ്ടി പോയതല്ല, ഇങ്ങനെ പോയ എനിക്ക് എന്നാൽ പിന്നെ ഒരു പടം കണ്ടേക്കാം എന്നുള്ള രീതിക്ക്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് പോയി എന്നാൽ പിന്നെ പടം കണ്ടേക്കാം എന്നുള്ള രീതിക്ക് ഇതാണ്. അതും എൻ്റെ ഭയങ്കര രസമായിരുന്നു പാർട്ട് 1 തന്നെ. ഇപ്പോൾ അതിൻ്റെ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിരിക്കുകയാണ്, അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എക്സൈറ്റ്മെൻ്റ് ആയി ആ പടം കാണാൻ വേണ്ടിയിട്ട്. കാര്യം അത്ര കഴിവിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാസ്റ്റും കാര്യങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സൈജു കുറുപ്പാണ് ഇതിൻ്റെ മെയിൻ ആക്ടിങ്. സൈജു കുറുപ്പ് മാത്രമല്ല, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പാർട്ട് 1 ഒരു പാർട്ട് 1 തന്നെ നമുക്ക് നല്ല രസമാണ് അത് കാണാൻ, കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ആ പാർട്ട് 2 അപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞു, എക്സൈറ്റ്മെൻ്റ് ആയി. ഭയങ്കര എന്തോ നമ്മളിങ്ങനെ ചിന്തിക്കും എന്തായിരിക്കും അടുത്ത. ആ ട്രെയിലർ തന്നെ ഭയങ്കര രസമാണ്. അതായത് കോമഡി ആയിട്ടുള്ള ഒരു പടത്തിനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ട്രെയിലറിൽ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുമുണ്ട്, ഒരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ പടത്തിൻ്റെ കുറച്ച് പരിപാടിയിലേക്ക് നോക്കാം. കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, റൈറ്റ് ചെയ്തേക്കുന്നതും. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ലിനി മറിയം ഡേവിഡ് എന്ന് പറഞ്ഞ ആളാണ്. ഏപ്രിൽ 10-ാം തീയതിയാണ് തിയേറ്ററിൽ വരുന്നത്. ട്രെയിലർ കണ്ടിട്ടില്ലാത്തൊരു പെട്ടെന്ന് ട്രെയിലർ കാണുക, അടിപൊളി ട്രെയിലറാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ പല ആൾക്കാർക്കും എക്സൈറ്റഡ് ആവുമായിരിക്കും. എനിക്കെന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയി. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് കണ്ടത്. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ പടം പോയിട്ട് ഞാൻ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണും. ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ല, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ആയിട്ട് ഞാൻ തിയേറ്ററിൽ കാണും. നോക്കട്ടെ, റിവ്യൂ ഇടാൻ പറ്റുകയാണെങ്കിൽ റിവ്യൂ ഇടാൻ ഉറപ്പൊന്നും പറയാനില്ല. ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറിൽ കാണിച്ചേക്കുന്ന കളറിങ്ങിന് രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ കളർ ചെയ്തേക്കുന്നത് കളർ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോ ആണ്. കുറേ സിനിമ എടുത്തിടത്ത് ഇപ്പോൾ കളർ പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ കളർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇതിൻ്റെ DA കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതിന് എഡിറ്റിംഗ് വന്നിരിക്കുന്നത് ഷെഫീഖാണ്. ഇതിന് ട്രെയിലർ കട്ട് ചെയ്തേക്കുന്നത് ലിൻഡോ കുര്യൻ എന്ന് പറഞ്ഞ ആളാണ്. നമ്മുടെ ഫിലിം എഡിറ്റർ വരുന്ന ഷെഫീഖാണ്. അപ്പോൾ ലിൻഡോ കുര്യൻ ട്രെയിലറൊക്കെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഈ ട്രെയിലർ വെച്ച് ആൾക്കാർ പടത്തിന് കയറുന്നുള്ള 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എമ്മാരൊരു സാധനമാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയാണ് തിയേറ്ററിൽ വരുന്നത്. എന്തായാലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുകയാണ് ഈ പടം. അതുകൊണ്ട് വാര 2 വരുന്നുണ്ട്. വാര 2 വേണ്ടി എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു. ഹാഷറിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ, കോമഡി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടു, തിയേറ്ററിൽ പോയാണ് കണ്ടത്. അതുകൊണ്ടല്ലോ സംഭവം ഒരു രക്ഷയില്ല പടം. ആ പടം ഫുള്ള് പറയുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റോറി വെച്ചിട്ട്, അതിൻ്റെ ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു സ്റ്റോറിയാണ് അതിനകത്ത് മെയിനായിട്ട് ബേസ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ യഥാർത്ഥ സ്റ്റോറി അല്ല അവിടെ പോകുന്നത്, വേറൊരു ഫോളോ ഫിക്ഷനായിട്ടുള്ള സംഭവങ്ങൾ കയറുന്നുണ്ട്. പക്ഷേ സംഭവം വേറെ ലെവലാണ്. പടം UDF ബേസ് ചെയ്തോ അല്ലെങ്കിൽ CPM ബേസ് ചെയ്തോ ഒന്നുമല്ല പടം പോകുന്നത് ഒരു ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്, പക്ഷേ എൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. പടം പോകുന്നത് ഒരു പൊളിറ്റിക്സും അതുപോലെ തന്നെ മീഡിയയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിലാണ് പടം മുന്നോട്ട് പോകുന്നത്. പടം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. തിയേറ്ററിൽ കാണാൻ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ പോയി കാണുക. എന്തായാലും നൈസായിട്ടുള്ള പടം തന്നെയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഈ പടത്തിനൊരു വലിയൊരു റിവ്യൂ നമുക്ക് പറയാനായിട്ട് പറ്റിയില്ല. ട്രെയിലർ തന്നെ അടിപൊളിയായിരുന്നു, പടം അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് നിർത്തുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാഞ്ഞത്. പിന്നെ അതിനുള്ള സമയം ഓൾറെഡി കഴിഞ്ഞു പോയി. അപ്പോൾ ഈ പടം കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ പോയി കാണുക, കണ്ടവർ അവർക്ക് എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആയി കിട്ടിയേക്കുന്നത്. എല്ലാവരും കാര്യമല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ഒരു സാധനം ഇറങ്ങാൻ പറ്റുന്നത് ഒരു 50% ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, 50% ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും മീഡിയമായിട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു ടൈപ്പ് ഓഫ് ഇതിനകത്ത് കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പടത്തിന് ഇത് പോയേക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, ഞാനതാണ് പറഞ്ഞത്. നമുക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക്, ഒരു സിനിമയെ അങ്ങനെ ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കളറിംഗ് ഒന്നും രക്ഷയില്ല കേട്ടോ ആ പടത്തിലെ. കുറേ സ്ഥലത്ത് മറ്റേ ആ ഒരു എന്താ പറയുക, ഒരു ഡ്രീമി ടോണൊക്കെ വന്നിട്ട് ഭയങ്കര രസമാണ്. ആ ടോണൊക്കെ ആ ഒരു സ്ഥലത്ത് വരുമ്പോഴേ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് സൈനിങ് ഓഫ്. പിന്നെ നമ്മൾ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അത്രയേ ഉള്ളൂ.